വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. ചൈനീസ് മാർക്കറ്റുകളും ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം നല്ല രീതിയിലാണ് വെള്ളിയാഴ്ച പെർഫോമൻസ് നടത്തിയത്. ഇന്ത്യൻ മാർക്കറ്റിന് വെള്ളിയാഴ്ച അവധിയായിരുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം വ്യാഴാഴ്ച അമേരിക്കൻ മാർക്കറ്റ് ഒരു സമയത്ത് S&P 500 ഒക്കെ 10% താഴ്ന്നിരുന്നു. അന്ന് നല്ല നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അവിടുന്ന് ഒരു തിരിച്ചൊരു റിക്കവറി ഉണ്ടായതാണ് അമേരിക്കൻ മാർക്കറ്റിൽ. അമേരിക്കൻ മാർക്കറ്റിൽ പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒരല്പം സെല്ലിംഗ് പ്രഷറും ഉണ്ട് എന്നാണ് ഡേറ്റകൾ കാണിക്കുന്നത്. ചൈനീസ് മാർക്കറ്റ് വെള്ളിയാഴ്ച ഉയർന്നത് പ്രധാനമായിട്ടും ഒരു സ്റ്റിമുലസ് അനൗൺസ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇന്ന് ചൈനീസ് മാർക്കറ്റിൽ ചൈനീസ് IIP ഡേറ്റയും അതുപോലെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും ഉണ്ട്. അതിപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. റീറ്റെയിൽ സെയിൽസ് ഡേറ്റ ഏതാണ്ട് 4% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 5.9% വർദ്ധിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടാണ് രണ്ട് ഡേറ്റയും വന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട്. അതുപോലെ തന്നെ US റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുണ്ട്. ഈ ഡേറ്റയാണ് ഇന്ന് പ്രധാനമായിട്ട് വരാൻ ഉള്ളത്. ഇനി ഇൻഡസിൻഡ് ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ ഇൻഡസിൻഡ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തി ആണെന്ന് RBIയുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ Q4 തന്നെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആക്കണം എന്നുള്ളൊരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. അതുപോലെ ട്രേഡിങ്ങിനെ പറ്റിയുള്ള ഒരു ഡേറ്റ സെബിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. 93% ആൾക്കാർ വീണ്ടും ലോസിലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ SIP ഇൻവെസ്റ്റ്മെന്റും കുറഞ്ഞിട്ടുണ്ട്. 2500 കോടി വീതം എല്ലാ മാസവും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. അതുപോലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയർന്നിട്ടുണ്ട്. ഹൂതികൾക്കെതിരെ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയർന്നിരിക്കുന്നത്. അതുപോലെ ഗോൾഡിന്റെ പ്രൈസ് $3000 കവിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ബാങ്കുകളെല്ലാം ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നതും അതുപോലെ ചൈനയിലെ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ETF വഴി ഗോൾഡിൽ നിക്ഷേപിക്കുന്നു എന്നതാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇനി FIസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വീണ്ടും FIസും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡൊമസ്റ്റിക് പ്രൊപ്പറേറ്ററി ട്രേഡേഴ്സ് ന്യൂട്രൽ സ്റ്റാൻസിലും അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ടുമാണ് നിൽക്കുന്നത്.